ബാർബിന്റെ ബർത്ത്ഡേ പോലും എനിക്കറിയാൻ പാടില്ല. അയ്യോ ആ ക്യൂ ഇല്ല, അതാണോ? വലിയ ക്യൂ ഉണ്ടല്ലോ. ഈ ക്യൂ ഉണ്ടോ? അങ്ങേയറ്റം വരെ ഉണ്ട്. നിനക്കിത് കളിക്കണോ ഈ ക്യൂവിൽ വെയിലെത്തുന്നിട്ട്? സീരിയസ്ലി, ആർ യു സീരിയസ്? പൂമുഖ ക്യൂവിൽ കാത്തു നിൽക്കുന്ന സ്നേഹിതനാണ് എൻ്റെ ഭർത്താവ്. എനിക്കും ഭ്രാന്താണ് ഈ ക്യൂവിൽ നിൽക്കുന്നത്. ഞാൻ ക്യൂവിൽ നിൽക്കാം, പക്ഷെ എനിക്കെന്നാ വാങ്ങിത്തരണം. ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സിറ്റി കറങ്ങാൻ പോകാട്ടോ. അപ്പോൾ സിറ്റിയിലെ വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. നമ്മളിപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലായുള്ളത്. ഇവിടുന്ന് വെറുതെ നമ്മൾ നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകാം. അച്ഛന് കുറച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെ വാങ്ങണം, അപ്പോൾ അതുപോലുള്ള പരിപാടിയൊക്കെ ഉണ്ട്. സോ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യണം വഴിയെ. ഇന്ന് ഹോളി സെലിബ്രേഷനൊക്കെ ഉണ്ട്. അച്ഛൻ്റെ ബാക്കിൽ കുണുങ്ങി വരിക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ മെല്ലെ സ്റ്റേഷൻ്റെ പുറത്തോട്ട് പോവാണ്. നമുക്ക് സിറ്റി കാണാം. ഞാൻ ഇതുവരെ സിറ്റി കാണിച്ചിട്ടില്ല. നമ്മൾ എക്സിറ്റ് നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തെത്തി. ഇവിടെ തന്നെ ലൈറ്റ് റെയിൽ പിടിക്കാൻ എല്ലാ പരിപാടിയുണ്ട്. ലൈറ്റ് റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രാം എന്നൊക്കെ പറയില്ല, അതുപോലെ സാധനം. റോട്ടിലെ കൂടി പോകുന്ന ഒരു തീവണ്ടി, ഈ സാധനം. ഇതാണ് നമ്മളെ ലൈറ്റ് റെയിൽ. സിറ്റി അത്യാവശ്യം ബിസി ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ തന്നെ KFCയും അതുപോലെ ഡോമിനോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ കുറച്ച് പ്രീമിയം ആണെങ്കിലും ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ KFC മെക്ഡിയൊക്കെ ഭയങ്കര ചീപ്പാണ് ഇവിടെ. അപ്പോൾ അല്ലാത്ത സ്ഥലത്തൊക്കെ ഫുഡൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇത് സെൻട്രൽ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ, അതുകൊണ്ട് ഇവിടെ അങ്ങനെ ബിസി കാണാൻ പറ്റുന്നില്ല. പക്ഷേ വിന്യഡും ടൗൺ ഹാൾ എന്ന് പറയുന്നൊക്കെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്. ഇതൊരു ട്രാഫിക് സിഗ്നൽ ആട്ടോ. അപ്പോൾ നമുക്കിവിടെ റോഡ് ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ പറയുക, ക്രോസ് ആയാല അവിടെ കണ്ടോ, അവിടെ ചുവപ്പ് കത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ അത് പച്ചായാൽ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ബട്ടൺ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളെ ലൈറ്റ് റെയിൽ ക്രോസ് ആയാലുള്ള ഒരു സിഗ്നലാണ്. ഓക്കെ, പച്ചായി. ഇപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. ഇന്ന് നല്ല ചൂടുണ്ട്, ഏകദേശം 28 ഡിഗ്രി എന്തോ ആണ്. ഇതിലാണ് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടത്. ഇതൊരു ടണലാട്ടോ, സെൻട്രലിൻ്റെ അടിയിൽ കൂടി. സൈഡിലൊക്കെ നോക്കിയാൽ എന്തൊക്കെയോ ഫോട്ടോസും പഴയ സ്റ്റേഷൻ്റെ ഫോട്ടോസും ഒക്കെ ഇവിടെ അവർ ഇത് ഫിക്സിംഗ് ആണോ പെയിൻറ്റിങ് ആണോ? ഒരു പെയിൻറ്റിങ് പോലെ ഉണ്ട് കേട്ടോ. പെയിൻറ്റിങ് ആണ്, ഫോട്ടോ അല്ല. അച്ചു എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ബാർബി ഡോളിൻ്റെ എത്രാമത്തെ വർഷമാണ്? ബാർബീൻ്റെ ബർത്ത്ഡേ പോലും എനിക്കറിയാൻ പാടില്ല, അങ്ങനത്തെ ഒരാളുണ്ടോ. അപ്പോൾ ബാർബിയുടെ 60th ബർത്ത്ഡേ. അപ്പോൾ അതിനെന്തോ പോപ്പപ്പ് സ്റ്റോറൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്പെക്സ് വാങ്ങാൻ പോവാം. വാങ്ങാനല്ല, നോക്കാനാണല്ലോ. നോക്കി ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം. സോ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴില്ല പ്ലാൻ, കറണ്ട് പ്ലാൻ. യെസ്, നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇവിടെ എവിടെയോ ആണ്. ഇവിടെ കുറേ ആൾക്കാർ ക്യൂ ഒക്കെ ഉണ്ട്. അയ്യോ ആ ക്യൂ ഇല്ല, അതാണോ? വലിയ ക്യൂ ഉണ്ടല്ലോ. ഈ ഗൈസ്, ഈ ബാർബിയുടെ ഈ ഭ്രാന്ത് കളിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാട്ടോ ആ വലിയ ക്യൂവിൽ കാണാൻ. ഞാൻ ക്യൂ കാണിച്ചു തരാം. ഇപ്പം വീഡിയോ ക്യാമറയിൽ എന്തായാലും കാണാൻ പറ്റൂല. പട്ടിയ ഇവർക്കൊക്കെ ഭ്രാന്താണ്. ഇവളെ എക്സൈറ്റ്മെൻറ്റ് വേണ്ട, ഇവക്കും ഭ്രാന്താണ്. എല്ലാവർക്കും ഇതാണ് സംഭവം. ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് കിട്ടും. നമുക്ക് ഇത് കിട്ടുമോ? ഈ ക്യൂ ഉണ്ടോ? അങ്ങേയറ്റം വരെ ഉണ്ട്. ഇവരൊക്കെ കളിച്ചപ്പോൾ അവനെ ഈ വെയിലത്തൊക്കെ വേണോ? അച്ചു ഇപ്പം ഞാൻ പറയുന്നതൊന്നും മാഡം കേൾക്കൂലട്ടാ. നിനക്കിത് കളിക്കണോ ഈ ക്യൂവിൽ വെയിലെത്തുന്നിട്ട്? സീരിയസ്ലി, ആർ യു സീരിയസ്? ഇതിപ്പോൾ ഒരു അരമണിക്കൂർ വെയിലെത്തുന്ന കഴിഞ്ഞിട്ട് വരും. ഇവരുടെ ഭ്രാന്താണ്. എനിക്കും ഭ്രാന്താണ് ഈ ക്യൂവിൽ നിൽക്കുന്നത്. എനിക്ക് ഭ്രാന്ത് കണ്ടേജിയസ് ആണ്. കണ്ടേജിയസ് അല്ല, ഞാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഞാൻ അവിടെ മൂലക്കെല്ലാം നിൽക്കട്ടെ. സ്നേഹം കണ്ടോ ഗൈസ്? ഇങ്ങനെയാണോ? എന്താ പറ്റേ? പൂമുഖ ക്യൂവിൽ കാത്തു നിൽക്കുന്ന സ്നേഹിതനാണ് എൻ്റെ ഭർത്താവ്. ഞാൻ ക്യൂവിൽ നിൽക്കാം, പക്ഷെ എനിക്കെന്താ വാങ്ങിത്തരണം. എന്ത് വാങ്ങിത്തരും? എനിക്കൊരു ജ്യൂസ് എങ്കിലും വാങ്ങിത്തരുമോ?
ഒരു ബിരിയാണി ഒരു ജ്യൂസ്. ബിരിയാണി സിറ്റിയിൽ കിട്ടില്ലല്ലോ, ജ്യൂസ് വാങ്ങിത്തരാം. ജ്യൂസ് എങ്കിൽ ജ്യൂസ്. ഓക്കെ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ആട്ടോ, വീട് പോലുള്ള റെസ്റ്റോറൻറ്റ്സ്. അങ്ങനെ അച്ചക്കോട എടുത്തിരിക്കുകയാണ്. നമ്മൾ കോടയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ബാക്കിൽ ഇറങ്ങണ്ടോ? ഇല്ല, ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ ഒരു ജാതക്കുള്ള ആൾക്കാരുണ്ട്. ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ക്ലോ മെഷീൻ ഉണ്ട്. അപ്പോൾ ആ ക്ലോ മെഷീൻ യൂസ് ചെയ്ത് അവിടെ നിന്ന് ഒരു ബോൾ പിക്ക് ചെയ്താൽ നമ്മൾ ഗെയിം വിൻ ചെയ്യും. അങ്ങനെ വിൻ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടും. പക്ഷേ ക്ലോ ഒന്നും പിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തേങ്ങയും കിട്ടൂല. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റ്സായി ഈ വെയിലത്ത് നിൽക്കുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മിക്കവാറും വരെ കൊല്ലും. നോക്കണ്ട ഉണ്ണി. സ്കൂട്ടറൊക്കെ ഉണ്ട്. ഈ സ്കൂട്ടർ അവർ കൊടുക്കുമോ? ചോദിച്ചു നോക്ക്. സ്കൂട്ടർ കൊടുക്കുവാണെങ്കിൽ വേണോ പിങ്ക് സ്കൂട്ടർ? അത് കുഴപ്പമില്ല, ഞാൻ കളർ മാറ്റിക്കോളാം. അച്ഛ ജയിക്കുമോ അറിയില്ല. കോൺഫിഡന്റ് ആണോ? ഭാഗ്യം കുറച്ച് കുറവായതുകൊണ്ട്, ഭാഗ്യം എപ്പോഴും കുറവായതുകൊണ്ട് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. അച്ചു കം ഓൺ. അച്ഛന് ബോൾ കിട്ടുമോ? കിട്ടി ഗയ്സ്, അച്ഛന് ബോൾ കിട്ടി. Yeah. You can target the pink one. Yeah, I'm doing. Do you have some timers or something? Sorry? Do you have timer? No, just you get the one shot. Okay, I'm getting the pink ball then. Oh my god! You got the pink one. Oh man, yes, got. Thank you. We should get a photo as well with our wall. Yeah, Over there. yeah, Tag sure. us #Martin. Sure, yeah. Thank you. Thank you. See who got the prize. Yeah, you take your picture. Yeah, I will. Are you for real? Why would you get this? എൻ്റെ ഗിഫ്റ്റ് കിട്ടി. ഷൈൻ ചെയ്യുന്ന അച്ചു. ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ആ കാണുന്നതാണ് അച്ഛന് കിട്ടിയ ഗിഫ്റ്റ്. അതെന്താ ലിബാമോ? അറിയില്ല. സം ടോയ്. അങ്ങനെ ഈ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ അച്ഛൻ്റെ മുഖം കണ്ടോ? ഇന്നത്തെ പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാന്നാ പറയുന്നത് അവള്. പക്ഷെ നമ്മള് ഇനിയൊന്നും വേണ്ട, വീട്ടിൽ പോവാം. ഇല്ല, അതിൻ്റെ സ്പെക്സ് നമുക്ക് നോക്കിയിട്ട് പോവാം. യെസ്. അപ്പോൾ നമ്മൾ സിറ്റിയിലെ തെരുവുകളിലൂടെ തെരാപ്പാര നടക്കുകയാണ്. വിത്ത് ദ ലഗേജ്, വിത്ത് ദ ഗിഫ്റ്റ്. ഇത് നമ്മൾ വീട്ടിൽ പോയിട്ട് തുറന്നു കാണിക്കാം കേട്ടോ, എന്താ ഇതിനകത്തില്ല. അപ്പോൾ സസ്പെൻസ് ആണ്, ലാസ്റ്റ് വരെ വീഡിയോ കാണാം. ബാർബി ആയതുകൊണ്ട് ടോയ്സ് ആയിരിക്കും മോസ്റ്റ്ലി. ഇവള് ഇതുപോലുള്ള കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും കേട്ടോ, സിറ്റിയിലുള്ള ഗീവ് അവേയും കാര്യങ്ങളൊക്കെ. പക്ഷേ ആദ്യമായിട്ട് നമ്മളൊന്ന് വിൻ ചെയ്യുന്നത്. അതിൻ്റെ സന്തോഷം ഇവളെ മുഖത്തുണ്ട്. ബാർബിയിലെ സാധനം ഗിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമില്ല. വല്ല ഫോണോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വല്ല PS5 ഒക്കെ തന്നൂടെ ഇവർക്കല്ലേ. ഈ ബസ് കണ്ടോ? ഇത് ബിഗ് ബസ് സിഡ്നി ആണ്. സോ ഇതിൽ ആക്ച്വലി ഇവിടെ നമ്മൾ ടൂറിസ്റ്റൊക്കെ വരുവാണെങ്കിൽ സിറ്റി മൊത്തം കറക്കിക്കൊണ്ടുവരും. സിറ്റി മാത്രമല്ല, ഈ ബോണ്ടായി ബീച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, മെയിൻ അട്രാക്ഷൻസ്. യെസ്. ഇവിടെ കേട്ടോ ടിക്കറ്റ് ബൈ ചെയ്യുക. ഇവിടെ ബസ്സിൻ്റെ ബാക്കിൽ തന്നെ ഇവർ ടിക്കറ്റ് വിൽക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങാൻ പറ്റുന്നതാണ്. ഫുൾ സിറ്റും കറക്കി തരുന്നത്. അടുത്ത ബസ് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന ആൾക്കാർ. നമ്മുടെ ബാർബി ഫാൻ ദേ ഇവിടെ ഉണ്ട്. ഞാൻ ജെനുവിൻ ആയിട്ട് പിങ്ക് കളർ ടോപ്പ് ഒക്കെ ഇട്ട് വന്നിരിക്കുക. അതെ, നീ ഇന്നേ വരെ ഒരു ബാർബി മൂവിക്ക് പോയിട്ടുണ്ടോ? ആരോടും പറയണ്ട, ഇന്നേ വരെ ഒരു ബാർബി മൂവിയും കണ്ടിട്ടില്ല. ചെറുപ്പത്തിൽ ഒരു ബാർബി ഡോൾ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ. ആകെ അറിയുന്നത് മറ്റേ അമ്പമ്പാടി ഡിസ്കമ്പാടി പാടാം. Let's go. ക്രോസ് ചെയ്തോ. ഓക്കെ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ടൗൺ ഹാൾ. സ്പെക്സിൻ്റെ ഷോപ്പിലേക്കാണോ? അല്ല, ഫുഡ് കഴിക്കാൻ. നമ്മളിപ്പോൾ ലൈറ്റ് റെയിൽ പിടിക്കാൻ പോട്ടോ. അതിനുവേണ്ടി ആദ്യം ഇവിടെ പേ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓപ്പൽ കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്തു. അതിന് ശേഷം നമ്മൾ ട്രെയിനിന് വെയിറ്റ് ചെയ്യും. ഒരെണ്ണം പോയേ ഉള്ളൂ. ഇപ്പോൾ അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 4 മിനിറ്റ്സിൽ ഒരു ട്രെയിനും കൂടിയുണ്ട്. സോ അതിൽ നമുക്ക് പോകാം. നമുക്കിവിടെ ഇരിക്കാം. നല്ല സീറ്റ്. അയ്യ ബാ. അങ്ങനെ നമ്മൾ ലൈറ്റ് റെയിൽ വന്നോട്ടോ.
സീറ്റ് ഉണ്ടോ? സീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേഗം ഇറങ്ങാനില്ല, അടുത്ത സ്റ്റോപ്പിലെന്തോ ഇറങ്ങാനില്ല. Let's go. നമ്മളങ്ങനെ എത്തി, നമുക്ക് ടാപ്പ് ഓഫ് ചെയ്ത് ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. മമാക്ക് എന്ന് പറയുന്നൊരു മലേഷ്യൻ ക്യൂസീനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അവിടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, നമ്മുടെ നാട്ടിലെ പൊറോട്ട അതവിടെ കൊടുക്കുന്നുണ്ട്, അടിച്ച പൊറോട്ട അതവർ കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം അത് കണ്ടപ്പോൾ ഫുൾ ഞെട്ടിപ്പോയിട്ടോ. മലേഷ്യയിലൊക്കെ പൊറോട്ട തിന്നു. ഏഷ്യൻസ് മലേഷ്യക്കാർ അടിക്കുന്ന നമ്മളുടെ നാട്ടിലെ കേരള പൊറോട്ട. യെസ്, ലൈറ്റ് റെയിലൊക്കെ ഇറങ്ങി 2 minutes വാക്കാട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് സിഡ്നി സിറ്റിയിലെ ഒരു ഭാഗമാണ്. സിഡ്നിയിലെ ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ആ കാണുന്നതാണ് മമാക്ക്. ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. യൂഷ്വലി ഇവിടെ ക്യൂ ഒക്കെ കാണും, ഇന്ന് ക്യൂ ഒന്നും കാണുന്നില്ല. പൊറോട്ട അടിക്കാൻ ചേട്ടനുണ്ട്, കണ്ടോ? അതാണ്, അവിടെയാണ് ചേട്ടൻ പൊറോട്ട അടിക്കുന്നത്. പൊറോട്ട കണ്ടോ, പക്ഷേ സ്ക്വയർ ഷേപ്പിലാണെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം കാണാം. അച്ചു പൊറോട്ട ആയാലോ? അതെ, എനിക്ക് പൊറോട്ട കഴിക്കാൻ തോന്നുന്നു. അവരുടെ ഒരു കൈൻഡ് ജെസ്റ്റർ ഉണ്ടോ, എൻ്റെ ഗിഫ്റ്റ് ബോക്സിന് വേണ്ടി അവർ ചെയർ തന്നു. ഓക്കെ നൈസ്. അവർ ചെയർ കൊടുത്തു ഈ സാധനം വെക്കാൻ. ഇവിടെ ഓർഡർ ചെയ്യുന്നത് ഇത് സ്കാൻ ചെയ്തിട്ടാട്ടോ. ഇത് സ്കാൻ ചെയ്താൽ ഇവരുടെ മെനു നമുക്ക് ഫോണിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന റോട്ടി കനായാണ് ഇവരുടെ പൊറോട്ട. അടിച്ച പൊറോട്ട കണ്ട, അടിച്ച് ഫ്ലേക്കി ആയിട്ടുള്ള പൊറോട്ടയാണ്. $10.5 ആവുന്നതിന്, അതായത് ഓൾമോസ്റ്റ് ഒരു 600 രൂപേൻ്റെ അടുത്തല്ലേ? ഒരെണ്ണത്തിന് 600 രൂപ. നമ്മളെ നാട്ടിൽ ഒരെണ്ണത്തിന് 10 രൂപയായിരുന്നു. റോട്ടിന്റെ കുറേ വേരിയൻസ് ഉണ്ട്. റോട്ടി ടെല്ലോ, റോട്ടി പ്ലാന്റ, റോട്ടി ബവാം, ടെലൂർ ബവാം ആൻഡ് മുർത്തബാഗ്. മുർത്തബാഗ് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ? ഇല്ല, മുർത്തബാഗ് ഞാൻ നമ്മൾ കഴിച്ച സാധനം. നമ്മളെ പൊറോട്ട വന്നിട്ടും ഇതെന്താ ഇതിൻ്റെ പേരിലെ കറി? ഒരു അച്ചാർ പോലൊരു സാധനവും, ഒരു പരിപ്പ് കറി പോലൊരു സാധനവും, പിന്നെന്താ ഒരു കറി പോലൊരു സാധനം. യെസ്, ഇത് കറി എന്താ? അച്ചു ടേസ്റ്റ്. അതെ, അത് പരിപ്പാണ്, പരിപ്പ് കറി. കടലപ്പരിപ്പ് പോലെയുണ്ട്. പക്ഷേ ഇപ്പുറത്തെന്താ? ഇത് എന്തോ ഒരു കറിയാ, ഞാൻ ടേസ്റ്റ് ചെയ്തു. മീൻ കറി. മീനാണ്, മീനിന്റെ ഫ്ലേവർ ഇല്ലേ? അതെ, മീനിന്റെ സാമ്പാൽ ഫ്ലേവർ ഇല്ലത്. വാട്ട് ഈസ് ദിസ്? മറ്റു മീനില്ലേ, ഉണക്കമീൻ ചമ്മന്തി ആക്കിയിട്ട് നീ കുറച്ച് സ്വീറ്റ് സോസ് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? യെസ്, നമ്മളെ സാധനം വന്നു. ഇത് സെയിം കറിയാട്ടോ. അതിൻ്റെ ഒപ്പം ഈ പൊറോട്ട കുറച്ച് സ്റ്റഫ് പൊറോട്ട പോലെ, ഓംലെറ്റ് ഒക്കെ അകത്ത് വെച്ചിട്ട് ഓംലെറ്റ് സ്റ്റഫ് പൊറോട്ട എന്ന് പറയുന്നത്. ഇത് ഭയങ്കര സ്മൂത്ത് ആട്ടോ, ഭയങ്കര സ്മൂത്താണ്. അത് കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷേ ലൈക്ക് വെരി സ്മൂത്ത്. അതിൻ്റെ അകത്ത് ഓംലെറ്റും ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ. ഭയങ്കര ചൂടാണ്. അയ്യോ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. So flaky. ഒരു മീൻ കറിയും പരിപ്പ് കറിയും പൊറോട്ടയും ഇടും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സിറ്റി കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സിറ്റിയുടെ വെറൈറ്റി കാഴ്ചകൾ നോക്കിയേ. ഇത് QVP ബിൽഡിംഗ് ആട്ടോ. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് വേണം പറയാം, അല്ലെങ്കിൽ ഒരു മോൾ എന്ന് വേണമെങ്കിൽ പറയാം. ബിൽഡിങ് കാണാൻ രസമുണ്ടെങ്കിലും ഇതൊരു മ്യൂസിയമോ കാര്യമൊന്നുമല്ല. പറഞ്ഞില്ല, ഇവിടെ മൊത്തം സ്റ്റോർസും കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് നോക്കിയാൽ മൊത്തം സ്റ്റോർസാണ്. എല്ലാ ബ്രാൻഡും, വലിയ ബ്രാൻഡുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ലോങ് ചാം, ഷാർലെ, പാൻഡോറ, എല്ലാ ബ്രാൻഡ് ഏത് വേണമെങ്കിലും ഇതിനകത്തുണ്ട്. എല്ലാ കോസ്റ്റ്ലി ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ഓൺലി കോസ്റ്റ്ലി ബ്രാൻഡ്സ്. അതെ, അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ അറിയാം. അല്ല, പക്ഷെ പാൻഡോറ ഒക്കെ അഫോർഡബിൾ ആണ്. But still, yeah. Jimmy Choo,
അതൊക്കെ വേണമെങ്കിൽ വരാം. നമ്മളിന്ന് ഈ QVB ബിൽഡിങ്ങിൽ വരാനുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ലോക്സിറ്റാൻ ബ്രാൻഡിൻ്റെ ഒരു കണ്ടെയ്നർ, തീർന്ന കണ്ടെയ്നർ, അത് നമ്മളിവിടെ കൊടുത്ത് റീസൈക്കിൾ ചെയ്ത് നമുക്ക് ഇവിടെ നിന്നൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇവരുടെ ഒരു പ്രൊഡക്റ്റ് ഇവർ തരുന്നതായിരിക്കും. എനിക്കൊന്നും വേണ്ട, നീ അവർക്ക് ചോദിച്ചോ നിൻ്റെ. അങ്ങനെ റീസൈക്കിൾ ചെയ്ത് വെച്ചിട്ട് എന്താ കിട്ടിയ കാണിച്ച് എന്താ കിട്ടിയ ഷവർ ജെല്ല. ഈ ഷവർ ജെല്ല് കിട്ടിയിട്ട് ബോട്ടിൽ റീസൈക്കിൾ ചെയ്ത് ഈ റീസൈക്ലിംഗ് എപ്പോഴും ചെയ്യാൻ പറ്റുമോ? അല്ല, ഇപ്പോൾ കുറച്ച് ഐ തിങ്ക് ഫോർ മാർച്ച് മന്തിലുള്ള എന്തോ പ്രോഗ്രാമാണ്. സോ ഇഫ് യു ഹാവ് ദെയർ പ്രൊഡക്റ്റ് എംറ്റീസ് യു ക്യാൻ കം ടു ദി സ്റ്റോർ, എനി ഓഫ് ദെയർ സ്റ്റോർ, എന്നിട്ട് കൊടുത്താൽ ഇറ്റ്സ് ലൈക്ക് ദേ ക്യാൻ റീസൈക്കിൾ ഇറ്റ് ആൻഡ് എനിക്ക് ഒരു കോംപ്ലിമെൻ്ററി പോലെ ഒരു ഷവർ ജെല്ലിൻ്റെ സാമ്പിൾ, ഡ്യൂലിക് സാമ്പിൾ തരും. ഓക്കെ, ട്രൈ ചെയ്ത് കോഫി. ട്രൈ ചെയ്തു. എനിക്ക് അത് ട്രൈ ചെയ്യണമെന്നില്ല. ഇല്ലല്ലേ? ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. നമുക്കിനി സ്പെക്സ് നോക്കാൻ പോവാം. ഇത് സിഡ്നിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ ആട്ടോ, സിഡ്നി ഐ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഏത് ബിൽഡിങ്ങും സിഡ്നിയിലുള്ളത് കാണാൻ പറ്റും. ഏറ്റവും ഹയസ്റ്റ് ബിൽഡിംഗ് ആണ് ഇവിടെ ഉള്ളത്. നല്ലുണ്ടോ? Look at this. നല്ലില്ലേ? Yeah. They have the detailing സൈഡിൽ. നല്ലില്ലേ? Yeah. എത്രയാണ് ഉണ്ടാവുക? $1,000 ആയിരുന്നു. വെറും 50,000. ഏത് ബ്രാൻഡാ? ഷനേൽ. ഏറ്റവും വില കൂടിയ സാധനം തന്നെ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. സന്തോഷമായോ? സന്തോഷം. വെർസാച്ചേൻ്റെ ഗോൾഡൻ കുറച്ച് റിച്ച്നെസ് കൂടിപ്പോയി. അതും സ്വർണ്ണമാലയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിൽ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലും കാണും വരെ ബൈ. അങ്ങനെ അങ്ങ് പോയാലോ? പെട്ടുകത്ത് എന്താന്ന് കാണണ്ടേ? നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ബോക്സിനെ അൺബോക്സ് ചെയ്യാൻ പോവാണ് നമ്മൾ. നാട്ടിലൊന്നും നടക്കണം. എങ്ങനെയൊക്കെ തുറക്കുക? ആദ്യം ഞാൻ കാണാം. അല്ല വേണ്ട, എന്താ 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 ഞാൻ എന്തിനാ ഇത് അൺബോക്സ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പെട്ടിയിൽ എന്താ നോക്കാം. ഇത്ര വലിയ പെട്ടിയിൽ ഈ ചെറിയൊരു സാധനം മാത്രമേ ഉള്ളൂ. വെറുതെ കളിച്ച്. ഓ നോ, ഇതൊരു ഫുൾ സെറ്റാട്ടോ. കുതിരയും കാര്യമായിട്ട് ഇത് എനിക്കെന്തിനാ? ഇതെന്തിനാണ്? ഇനി പകരമല്ല PS5 അല്ല വല്ല ഒരു ജീപ്പോ കാറോ എന്തെങ്കിലും തന്നൂടെ? ഇത് ഞാൻ എന്ത് ചെയ്യാനാണ്? കുട്ടിക്ക് കിട്ടേണ്ട സാധനമായിരുന്നു. ഇതിപ്പോൾ 29 വയസ്സിലെ മുതുക്കനാണ് കിട്ടിയത്. കോമഡിയാണ്, കോമഡി.